ചൂരൽമലയിൽ അദ്ദേഹം എത്തി വെള്ളാർമല ഹൈസ്കൂൾ ഭാഗത്തടക്കം സന്ദർശനം നടത്തുന്നു. അല്പസമയത്തിനകം തന്നെ അവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മേപ്പാടിയിലേക്ക് മടങ്ങും. മേപ്പാടി ടൗണിലെത്തി അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് പോകും. അവിടെ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ അതിജീവിതരുമായി അദ്ദേഹം അവിടെ ചികിത്സയിൽ കഴിയുന്നവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. അതിനുശേഷമാണ് വീണ്ടും മേപ്പാടിയിലേക്ക് വന്ന സെന്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുക. പിന്നീട് കലക്ടറേറ്റിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെലിപാഡിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങും. എന്തായാലും ഏറെ സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കുന്നു. 12 മണിക്ക് മുൻപ് തന്നെ കൽപ്പറ്റയിലെത്തി അതിനു മുൻപ് തന്നെ ആകാശ നിരീക്ഷണം നടത്തി ദുരന്തഭൂമിയിൽ വീണ്ടും അദ്ദേഹം റോഡ് മാർഗം അങ്ങോട്ട് പോയിരിക്കുന്നു. നേരിട്ട് ഈ ദുരന്തഭൂമി സന്ദർശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ ഈ അവലോകന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ പ്രദേശത്തെ ആളുകൾ, അതിജീവിതരും നാട്ടുകാരും, വയനാട് മൊത്തത്തിലും അതുപോലെ കേരളമാകെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ അവസാനത്തെ പരിപാടിയാണ് ഈ അവലോകന യോഗം. അവിടെ വെച്ച് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമൽ, ഈ അവലോകന യോഗത്തിൽ ഏതൊക്കെ വിഭാഗത്തിൽ നിന്നുള്ള ഏതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ, പ്രതിനിധികൾ അവരൊക്കെയാണ് പങ്കെടുക്കുക? അതിനെക്കുറിച്ച് കൃത്യമായൊരു പട്ടിക എന്റെ കയ്യിൽ ഇല്ല. എന്തായാലും ജില്ലാ കലക്ടറും അതുപോലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി സാംബശിവ റാവു ഉൾപ്പെടെയുള്ള IAS ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, MLA-മാരും മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമായി 4 മന്ത്രിമാർ വയനാട്ടിൽ തുടരുന്നുണ്ട്. വയനാട്ടിലെ തന്നെ മറ്റ് 2 MLA-മാരുണ്ട്. ഇത്തരത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഒരു സംഘം എന്തായാലും അവലോകന യോഗത്തിൽ പങ്കെടുക്കും. അത് എത്ര പേർ, ആരൊക്കെ എന്ന പട്ടിക നമുക്ക് ലഭ്യമല്ല. എന്തായാലും ആ യോഗത്തിൽ കൃത്യമായി കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. അദ്ദേഹം കണ്ടു മനസ്സിലാക്കിയതിന് അപ്പുറമുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് അദ്ദേഹത്തോട് ആശയവിനിമയം നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും അദ്ദേഹം വിംസ് ആശുപത്രിയും ക്യാമ്പും കൂടെ സന്ദർശിച്ച ശേഷമായിരിക്കും. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് തിരിക്കും മേപ്പാടിയിലേക്ക് മടങ്ങും. അതിനുശേഷം മറ്റ് 2 പോയിന്റുകൾ കൂടി സന്ദർശിച്ച ശേഷം ആ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹം ഈ അവലോകന യോഗത്തിനെത്തുക. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മടക്കം. ഈ ദുരന്തം സംബന്ധിച്ച് അവലോകനം നടത്താനായി നേരത്തെ തന്നെ വയനാട്ടിലുള്ള കേന്ദ്ര സംഘം, ഉദ്യോഗസ്ഥ സംഘവും ഇതിനൊപ്പം ഈ അവലോകന യോഗത്തിൽ ചേരുമായിരിക്കുമോ? കേന്ദ്ര സംഘം വയനാട്ടിൽ തുടരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് പിന്നീടായിരിക്കും അതുമായി ബന്ധപ്പെട്ട അവലോകനം. എന്തായാലും ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ആയിരിക്കും പ്രധാനമായും ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക.